നമസ്കാരം. അപ്പൊ ആദ്യത്തെ കത്ത് ഞാൻ വായിക്കാണ്. നിങ്ങൾ എന്നെ വായിക്കണം. യെസ്. ആഹാ ഇത്രക്കൊക്കെ ആയോ? രംഗം രാജഗിരി ഹോസ്പിറ്റലിൽ ഡോക്ടർ അരുൺ ഫിലിപ്പിന്റെ കൺസൾട്ടിംഗ് റൂമാണ്. ഫോളോ അപ്പ് വിസിറ്റിംഗ് ആണ് എന്റേത്. പിന്നെ ആവേണ്ടേ എന്ന് ഞാനും വേണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ തന്നു ഡോക്ടർ. അതെ, ഞാൻ ലത അജയ്കുമാർ, ക്യാൻസർ പേഷ്യന്റ് ആണ് കേട്ടോ. 1-2 വർഷമായി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാർ, ഒരുപാട് ഹോസ്പിറ്റൽ, പക്ഷേ വേദന വിട്ടുമാറുന്നില്ല. അവസാനം ആയുർവേദ പഞ്ചകർമ്മ വരെ ചെയ്തു, എന്നിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോ എനിക്ക് തോന്നിയ ഒരു ഉൾവിളി, അതാണ് എന്നെ MRI എടുക്കാൻ പ്രേരിപ്പിച്ചത്. അത് സത്യമായി. മെഡിക്കൽ കോളേജ് ആണ് ആദ്യം പോയത്. മാമോ എടുത്തു, പക്ഷേ ബയോപ്സി ഫെയിലിയർ ആയി. അങ്ങനെയാണ് ഞാൻ രാജഗിരി എത്തിയതും ആദ്യമായി അരുണിന്റെ മുന്നിലെത്തിയതും. സത്യം പറയട്ടെ, ഒരു ഇത്തിരി പേടിയുണ്ടായിരുന്നു ആദ്യം. വേറൊന്നുമല്ല, ഇത്ര വലിയ ഹോസ്പിറ്റൽ, അപ്പൊ അതുപോലെ കത്തിയായിരിക്കും എന്നൊക്കെ. പക്ഷേ ദൈവം നിലത്തിറങ്ങി വന്ന പോലെ കൈപുണ്യവും ഒപ്പം അർപ്പണ മനോഭാവവും ഒത്തുചേർന്ന ഒരു ഡോക്ടർ എന്ന് മനസ്സിലായപ്പോ ആ പേടി ഓടിയൊളിച്ചു. ക്യാൻസർ സ്റ്റേജ് 4 ആണെന്ന് അരുൺ ഡോക്ടർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ശരിക്കും അതൊരു ഷോക്ക് തന്നെയായിരുന്നു. പക്ഷേ ഡോക്ടറുടെ ആത്മവിശ്വാസവും ദയാ നിറഞ്ഞ പുഞ്ചിരിയും എന്നെ ധൈര്യപ്പെടുത്തി. വീൽ ചെയറിലായിരുന്ന ഞാൻ എനിക്ക് എന്ന് നടക്കാനാവും ഡോക്ടർ എന്ന് ചോദിച്ച മുഹൂർത്തം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഡോക്ടർ അലിവോടെ എന്നെ നോക്കി പറഞ്ഞു, ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു 7-8 മാസത്തിൽ നടക്കാനാവുമെന്ന്. ഞാൻ ഡോക്ടർ തന്ന ആത്മവിശ്വാസത്തിന്റെയും ചികിത്സയുടെയും ഫലമായി 5-ാം മാസത്തിൽ തന്നെ നടന്നു ചെന്ന് വീൽ ചെയർ ഇല്ലാതെ അതാണ് ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചത്. ഡോക്ടർ ഇതുപോലെ അനേകരെ കാണുന്നതാ, ഓർക്കാൻ വഴിയില്ല. പക്ഷേ എനിക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ അലിവാർന്ന കണ്ണുകളും ആത്മാർത്ഥത നിറഞ്ഞ മുഖവുമാണ് ഓർമ്മയിൽ. ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നതും ദൈവത്തിന്റെ അനുഗ്രഹവും എന്റെ ഡോക്ടറുടെ മിടുക്കും മാത്രമാണ് കാരണം. അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയേറെ അപ്രിയ സത്യം അത്രമേൽ അലിവോടെ എന്നെ അറിയിച്ചത്, അതിലേറെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്നതിനേക്കാൾ ക്യാൻസർ രോഗത്തിന് ഏറെ വേണ്ടത് മനസ്സിന്റെ ഉറപ്പ് തന്നെ എന്ന് എന്നെ മനസ്സിലാക്കി തന്ന ആ നിമിഷം ഇന്നും ഓർമ്മയിലുണ്ട്. വീണ്ടും ഒരു തിരിപ്പിറവി കൂടി വന്നെത്തി. കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ റേഡിയേഷനും വേദനകൾക്കും ഇടയിൽ രാജഗിരിയിൽ ആഘോഷിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. എന്റെ നാട്ടിൽ എന്നോടൊപ്പം രോഗമറിഞ്ഞ 4-5 പേരുണ്ടായിരുന്നു. അതിൽ 3 പേരും ഇപ്പോൾ ഇല്ല. ഉള്ള 2 പേർക്ക് സ്റ്റാർട്ടിംഗ് തന്നെ അറിയാനായി. ലാസ്റ്റ് സ്റ്റേജിലായിരുന്നിട്ടും ഞാൻ ഇന്നും ജീവനോടെ ഉണ്ടെങ്കിൽ അത് രാജഗിരി ഹോസ്പിറ്റലും ഡോക്ടറും അരുണുമാണ്. എന്റെ ഡോക്ടർ ഇതുപോലെ ഒരുപാട് പേർക്ക് ആശ്വാസമേകാൻ ഒരുപാട് കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലത അജയ്കുമാറാണ് ഈ കത്തയച്ചിരിക്കുന്നത്. വളരെ സന്തോഷം ലത. കഴിഞ്ഞ ദിവസം ജനുവരി 1 ജോൺസൺ വാഴപ്പള്ളി അച്ഛൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും ക്വാളിറ്റിയോടുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ സാധാരണക്കാർക്ക് ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം ഉയർന്നത്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ചെയ്യാൻ ഇന്ന് ഞങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ആംബിയൻസ് എത്ര വലുതാണെന്നുണ്ടെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു സന്തോഷം എന്നുള്ളത് അച്ഛനെന്ന് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള അനുഭവ കഥകൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷവും കൃതജ്ഞതയും ഉണ്ട് എന്നറിയിക്കാനായിട്ട് തോന്നുന്നത്. ഏതായാലും വളരെ സന്തോഷം. കാരണം ഇത്തരം കത്തുകളാണ് സത്യത്തിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു ഡോക്ടറെ സമീപിക്കുക, ആ ഡോക്ടറെ വിശ്വാസപൂർവ്വം സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു രോഗിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഡോക്ടർ അരുൺ എത്തപ്പെട്ടു എന്നും അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ട്രീറ്റ് ചെയ്ത ഒരു രോഗി കത്തയക്കുകയും ചെയ്തു എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ഒട്ടും വർദ്ധിപ്പിക്കുന്നില്ല. പക്ഷേ വളരെ യൗവനത്തിൽ നിൽക്കുന്ന ഇനി ഒരുപാട് കാലം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഈ ബിഷഗ്വരൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തന രംഗത്തുമൊക്കെ ഏറെ മുന്നോട്ട് പോകേണ്ട ഡോക്ടർ അരുണിന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ് അല്ലെ. ഇനി ഇത് 1000 വട്ടം ഇത് തന്നെ പറയിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. എന്തായാലും ഡോക്ടർ അരുണിന് ഒരു ബിഗ് സല്യൂട്ട്സ്.